السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين إمام المتقين شفيع المذنبين وعلى آله وصحبه أجمعين أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا يا نور الله. അഭിവന്ദരായ സയ്യിദ് അവറുകളെ, മറ്റു സാദാത്യങ്ങളെ, കാരണവന്മാരെ, യുവസുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി നമ്മൾ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നാം അനുസ്മരിച്ചവർ, നാം ഓർക്കുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമുക്ക് മുൻപേ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായവർ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ പടച്ച റബ്ബിനെ കാണാൻ പറ്റും വിധം അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നാം ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മുമ്പിൽ വ്യത്യസ്തങ്ങളായ സംഭാവനകളും സദഖകളും നേർച്ചകളും ഒക്കെ നൽകിയിട്ട് ദുആ വസിയ്യത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ നമുക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മഹാവെളിച്ചത്തിന്റെ, ഹിദായത്തിന്റെ മാർഗത്തിന്റെ അടയാളപ്പെടുത്തലായിട്ടാണ് നമ്മുടെ മഖാം ഇവിടെ സ്ഥിതി കൊള്ളുന്നതും നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും. വിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം വിശുദ്ധ ഖുർആൻ, അതിന്റെ വിശദീകരണമായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന സച്ചരിതരായ മഹത്തുക്കളുടെ മാർഗങ്ങൾ, ഇത് മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് വെറും ഡാറ്റകളുടെ കൈമാറ്റമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിയമങ്ങളെ കൈകളിൽ നിന്ന് മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്നതിലപ്പുറം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രകാശ ശോഭയെ കൈമാറ്റം ചെയ്യപ്പെടലാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീൻ അതിന്റെ ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ ഈ ഉമ്മത്തിന്റെ അപജയവുമാണ്. അവിടെയാണ് മഹത്തുക്കളായ അഹ്ലുൽ ബൈത്ത് ചരിത്രരേഖയിൽ സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടപ്പെടുന്നത്, അവർക്ക് മഹോന്നതമായ സ്ഥാനമുണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായി അവരുടെ ശരീരത്തിലുള്ള ഊർജമെന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യമാണ്. ഈ ലോകത്ത് നാം ജീവിക്കുന്നവരാണ്, ഈ സമൂഹത്തിൽ നാം ജീവിക്കുന്നവരാണ്. നമ്മുടെ പാരമ്പര്യത്തിനും പരമ്പരക്കും ഒരു പരിമിതിയുണ്ട്. ആ പരമ്പരയുടെ ഇന്നലകളിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതിനിടയിൽ
വെളിച്ചത്തിന്റെ കണ്ണി മുറിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒന്നിന് പിറകെ ഒന്നായി തുടർച്ചയായി, ഉദാഹരണത്തിന് ഇവിടെ കിടക്കുന്ന ഈ മഹാൻ മുത്ത് റസൂലുള്ളാഹിന്റെ 40ഓളം വരുന്ന ആ പേരമക്കളിൽ എണ്ണി വരുമ്പോൾ 40ഓ 41-ാമതോ ആയ പേരമകനാണ്. അള്ളാഹു അവരുടെ ഫൈലാനിയത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും ആഖിബത്തും നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ. ഇങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാനുള്ളത് മുത്ത് റസൂലുള്ളാഹിന്റെ കുടുംബത്തിനാണ്. പ്രിയപ്പെട്ടവരെ, ആ വെളിച്ചം നേരത്തെ കിട്ടിയവരാണ് നമ്മൾ. ആ പരമ്പരയിൽ അത്യുന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്ന മഹാനാണ്. അവര് ലോകത്തോട് വിട പറഞ്ഞിട്ടും ഹയാത്തോടുകൂടെ ഈമാനിന്റെ ആവേശവും പരിവേശവും ഹിദായത്തിന്റെ വെളിച്ചവും എന്നും ആത്മീയമായി കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാൻ അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ നമ്മുടെ സ്വലാത്ത് മജ്ലിസിന്റെ ഫ്ലക്സിന്റെ 2 ഭാഗത്ത് 2 ഫോട്ടോകൾ എന്റെ പ്രിയപ്പെട്ടവർ കാണുന്നില്ലേ? അതൊന്ന് ബഹുമാനപ്പെട്ട വലത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ മഹാനായ അഹ്ലു ബൈത്തിന്റെ അവരുടെ മഖ്ബറയുടെ ഫോട്ടോമാണ്. അറക്കൽ രാജ അലി രാജയാണ് അതിന്റെ മുകളിലുള്ള കുബ്ബകൾ സ്ഥാപിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വടക്ക് ഭാഗത്ത് നിന്ന് തെക്ക് ഭാഗത്തൊരു വെളിച്ചമുണ്ട്, വെളിച്ചത്തിന്റെ പാതയുണ്ട്. ആ പാത ചെന്ന് അവസാനിക്കുന്നത് അവരുടെ മോനിലാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊച്ചിയിലുള്ള ചെമ്പിട്ടപ്പള്ളി അവരുടെ ഫോട്ടോയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ അടങ്ങാത്ത ഒടുങ്ങാത്ത വെളിച്ചത്തിന്റെ പ്രവാഹമാണ്. മഹാനവറുകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഗർഭത്തിലാകുന്ന സമയത്ത് തന്നെ അവർ ഉമ്മ സ്വപ്നത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വയറ്റിലുള്ള പൊന്നുമോൻ അല്ലാഹുവിന്റെ മഹത്തുക്കളിൽപ്പെട്ട മഹാനാണ്. ഈ ലോകത്ത് ഇരുളടഞ്ഞു പോകുന്ന സമയത്ത്, ലോകം ഇരുളടഞ്ഞു പോകുന്ന സമയത്ത് ഹിദായത്തിന്റെ ഈമാനിന്റെ വെളിച്ചം കൈമാറ്റം ചെയ്യപ്പെടാൻ അല്ലാഹു തെരഞ്ഞെടുത്ത മഹാനാണ് എന്ന് അവരുടെ ഉമ്മാക്ക് പലതവണ സ്വപ്ന ദർശനമുണ്ടായിരുന്നു. മുൻകാല മഹാന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലുള്ള മഹാന്മാരെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു വലിയെന്ന് പറയുന്നത്, ഒരു മഹാനെന്ന് പറയുന്നത് മുത്ത് റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്, അവിടുത്തെ പരമ്പരക്ക്, പരിശുദ്ധ രക്തത്തിന് പരിശുദ്ധിയുണ്ട്. അതിൽ തന്നെ ഉന്നതമായ സ്ഥാനം വഹിച്ച ആളുകളുമുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്രത്തിന്റെ ഉടമയാണ് മഹാനായ അഹ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അവരേറ്റെടുത്ത ദൗത്യം സുഗമമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന്, അതിന്റെ ആ പ്രചരണം അംബിയായിന്റെ ഇറുസേറ്റെടുത്തുകൊണ്ട് ആ വാരിസീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് അവർ നിർവഹിച്ചു. വലിയ പ്രഭാഷണങ്ങളോ ശബ്ദകോലാഹലങ്ങളോ സൃഷ്ടിച്ചുകൊണ്ടല്ല, അവരെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അവരുടെ തർബിയത്തിലൂടെയും മഹാനായ ഗൗസുൽ ആളം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആ മഹത്തായ ഖാദിരിയ സരണിയുടെ ആ നേതൃപദവി ഏറ്റെടുത്തുകൊണ്ട് അവർ നൽകിയ ആ വെളിച്ചത്തിന്റെ പ്രവാഹം ഇന്നും കെടാതെ ശക്തമായി നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, കുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. ഒരു മനുഷ്യൻ അല്ലാഹു എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തേക്ക് പടക്കുന്നത്, അവരെ ഏൽപ്പിച്ച ദൗത്യം സുഗമമായി അവർക്ക് നിർവഹിക്കാൻ പറ്റും. മറ്റുള്ളവർക്കത് പ്രയാസമായി അനുഭവപ്പെടുമെങ്കിലും സുബ്ഹാനല്ലാഹ് നിസ്സാരമായി അവർക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മഹത്തുക്കളുടെ സാമീപ്യം പലർക്കും ഹിദായത്ത് നേടിക്കൊടുത്തത്, ഹൃദയത്തിന്റെ ഇരുട്ട് നീക്കിയിട്ട് വെളിച്ചം അവർക്ക് ഇട്ടുകൊടുത്തത്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ആ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു കാരണം കൊണ്ട്, അവിടുത്തെ കരം പിടിച്ച കാരണം കൊണ്ട് വലിയ മഹാന്മാരായി പോയില്ലേ. അംബിയാ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും ഈ ഉമ്മത്തിൽ സ്ഥാനമുള്ളത് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്ത് റസൂലുള്ളാഹിന്റെ സഹാബത്തിനാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങളിൽ നിന്നുള്ള ആ സുഹബത്ത് ചേർന്നിരിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചു എന്നതുകൊണ്ടാണ്.
അവരേറ്റെടുത്ത ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്ത് ഇവിടെ നിർവഹിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, ഇത് ഹജ്ജിന്റെ വേളയാണ്. സ്വകാര്യ യാത്രകൾ നടത്തിയ ഹാജിമാരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിലുള്ളവർ തങ്ങളുടെ ദിവസങ്ങൾ പരിശുദ്ധ ഹറമിൽ പൂർത്തീകരിച്ചിട്ട് മുത്ത് റസൂലുള്ളാഹിന്റെ ചാരത്ത് പോയിട്ട് ശഫാഅത്ത് ഉറപ്പിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്ലാഹു അവരെ മുഴുവനും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതേ ആ ഹജ്ജിന്റെ വേളയിൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജത്തുൽ വിദാ അവിടെ നിർവഹിച്ച അറഫ പ്രഭാഷണത്തിൽ അവിടെ നിന്ന് അവസാനം 7ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് സഹാബത്തിനോട് ചോദിച്ചു. സഹാബാ, അവരടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സഹാബത്തെ, നാളെ എന്റെ റബ്ബ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ കുറിച്ചും നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ എന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുവോ എന്ന്. പരിശുദ്ധ ദീനിന്റെ ശരീഅത്തിന്റെ പൂർത്തീകരണം, ആ ദീനിന്റെ യഥാവിധിയുള്ള അഹ്കാമുകളും മാർഗങ്ങളും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നുവോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം നൽകുക? ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് പറഞ്ഞു, നബിയേ, അങ്ങയുടെ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കും, തീർച്ചയായിട്ടും. ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് കരങ്ങളും കണ്ണുകളും ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, പടച്ചവനെ, ഞാൻ എന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട് എന്നതിന് നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ് റബ്ബേ. അവിടെ നിന്നിട്ട് തുടർന്ന് പറഞ്ഞു, ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. 1,00,000-ൽ പരം വരുന്ന സഹാബത്തിൽ 10,000-ഓളം വരെ മാത്രമാണ് പ്രിയപ്പെട്ടവരെ മുത്ത് നബിയുടെ ചാരത്ത് ജന്നത്തുൽ ബഖീയിൽ അന്തി ഉറങ്ങുന്നത്. ബാക്കിയുള്ളവരെവിടെയാ എങ്ങോട്ടാണ് പോയത്? അവരുടെ വാഹനം എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അവരങ്ങോട്ട് യാത്ര ചെയ്തു. വീട്ടിലൊന്ന് പോവട്ടെ, കാര്യങ്ങളൊന്ന് തയ്യാറാക്കട്ടെ, ഒരുക്കട്ടെ, കുടുംബങ്ങളെ ഏൽപ്പിക്കട്ടെ, ഭാര്യയോടൊന്ന് യാത്ര ചോദിക്കട്ടെ, മക്കളോടൊന്ന് പറയട്ടെ. അവർ ആലോചിച്ചില്ല, അവർ യാത്രയാവുകയാണ്. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ, നേരിൻ തെളിദീപം തെളിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവർ. നമ്മുടെ മക്കളൊക്കെ മനോഹരമായിട്ട് ആ സഹാബത്തിന്റെ ത്യാഗത്തെ ഓർമ്മപ്പെടുത്തുന്ന വരികളാണ് പ്രിയപ്പെട്ടവരെ പാടുന്നത്. അവര് ദേശാന്തരങ്ങൾ പിന്നിട്ട് യാത്ര ചെയ്തു. കടലുകളും സമുദ്രങ്ങളും മലകളും ആറുകളും മാമലകളും ഒക്കെ പിന്നിട്ടിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരേൽപ്പിച്ച വെളിച്ചം അത് കെടാതെ നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് കൈമാറ്റം ചെയ്തില്ലേ? നമ്മുടെ കൊച്ചു കേരളത്തിലും അവര് വന്നില്ലേ? അങ്ങകലെ കോഴിക്കോട് മുഗദാറിൽ വന്നില്ലേ? മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹിന്റെ ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്ത മഹാനല്ലേ? അങ്ങ് കൊല്ലം പാറപ്പള്ളിയിലില്ലേ ഒരു മഹാനായ ബദർ, അസ്ഹാബുൽ ബദറിൽപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പരിശുദ്ധ ദീനുമായി കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പേരമക്കൾ ചെയ്തതെന്താണ്? സഹാബത്ത് ഏറ്റെടുത്ത അതേ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അവരുടെ സുഖങ്ങൾ അവർ ത്യജിച്ചു, കുടുംബങ്ങളോട് യാത്ര പറഞ്ഞു. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവർ യാത്രയാവുകയാണ്. ആ ഗണത്തിൽ ഏറ്റവും പ്രധാനിയാണ് മഹാനായ അഹ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു.
അവരിവിടെ നിർവഹിച്ച നവോത്ഥാന പ്രവർത്തനം, അവരിവിടെ നിർവഹിച്ച തൗഹീദിന്റെ പ്രവർത്തനം പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ഹയാത്ത് കാലത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് കൽബുകൾ ഇരുളടഞ്ഞു പോയ ആളുകളെ ആ ഇരുട്ട് മാറ്റിയിട്ട് വെളിച്ചത്തിലേക്ക്, നേരത്തെ പറഞ്ഞില്ലേ, ഡാറ്റകളുടെ കൈമാറ്റമല്ല, പ്രകാശത്തിന്റെ കൈമാറ്റമാണ്. ആ ഉത്തരവാദിത്തം അവരുടെ ഹയാത്ത് കാലത്ത് അവർ നിർവഹിച്ചു. ബഅദൽ മമാത്ത്, മരണത്തിനു ശേഷവും ഇന്നും ആ പ്രക്രിയ അവർ തുടരുകയാണ്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, മനുഷ്യന്മാര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുകാലികൾ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ കാണാൻ വലിയ പ്രയാസമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് നമ്മൾ സങ്കടത്തോടുകൂടെ നോവോടുകൂടെ ഓർക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും വലിയ മുറിവേൽപ്പിച്ച വാർത്തയായിരുന്നില്ലേ കൊച്ചു കേരളത്തിൽ നിന്ന് ലോകം കണ്ടത്? ഒരു പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമനയെ വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന, കൊന്നുകളയുന്ന പ്രത്യേകമായ ഒരു കാഴ്ച വാർത്ത നമ്മൾ വായിച്ചു. ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. തങ്ങളുടെ അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട പിഞ്ചുമക്കളെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ളവരെ ജീവിതം അവസാനിപ്പിച്ചു കളയുന്നവർ, മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ വർദ്ധിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ വെളിച്ചമുള്ളത് ഇത്തരത്തിലുള്ള ഓരങ്ങളിലാണ്, ഇവരുടെ ഓരങ്ങളിലാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അദ്യമോ ഔലാദക്കും, വരുന്ന തലമുറ, നമുക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും കടപ്പാടുള്ളത്, ഇതിനെ ഉപയോഗപ്പെടുത്താനുള്ള അവകാശമുള്ളത് വരുന്ന തലമുറക്കും ഇത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇനി മോശങ്ങളിൽ നിന്ന് മോശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മളെ മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ, ഈ വെളിച്ചം കെട്ടുപോവാതിരിക്കാൻ അദ്യബൂ ഔലാദക്കും ബിസലാസി ഖിസാൽ, 3 കാര്യങ്ങൾ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചിട്ട് അവരെ നിങ്ങൾ അദബുള്ളവരാക്കണേ. ഒന്ന്, ഹുബ്ബ നബീക്കും, നിങ്ങളെ ഹബീബായ തങ്ങൾ അവരെ കൽബിൽ പ്രതിഷ്ഠിക്കപ്പെടണേ. അവിടുത്തെ സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ അവരെ പരിശീലിപ്പിക്കണേ. മഹാനായ അഹ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ബുഖാരി കബീല, അതുപോലെ തന്നെ അവിടെ തന്നെ അന്തി ഉറങ്ങുന്ന ശിഹാബി കബീല, മഹാന്മാരായ പൂക്കോയത്തങ്ങൾ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ശിഹാബി കബീല, അതുപോലെ തന്നെ ഹൈദ്രോസി കബീല, ഇങ്ങനെ വ്യത്യസ്തമായ കബീലകളിൽ ഇവിടെ വെളിച്ചത്തിന്റെ പ്രസരണം നിർവഹിച്ച് കടന്നുപോയ മഹാന്മാർ, ഇന്നും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരോടുള്ള മഹബത്ത് നിങ്ങളെ കൽബിലുണ്ടാവണം. നിങ്ങളെ മക്കളിലേക്ക് നിങ്ങൾ അത് പകർന്നു കൊടുക്കണേ. വഹുബ്ബൽ ഖുർആൻ, ഖുർആനോടുള്ള ഹുബ്ബ്, വഖിറാഅതഹു, അതിനെ ഓതാനും പഠിക്കാനും പാരായണം ചെയ്യാനുമുള്ള താല്പര്യം നിങ്ങളെ മക്കളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമേ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചത് നമ്മളോടാണ് പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മോശപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളെ തള്ളക്കോഴി മക്കളെ ചേർത്തിപ്പിടിക്കുന്നത് പോലെ ഈ ഒരു വെളിച്ചത്തിന്റെ അകത്തേക്ക് ഈ മഹാന്മാരുടെ ഓരത്തെ